അത് 1000 വീട് എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയാണ്. ആ കോടികളുടെ ഉടമ പീപ്പിൾസ് ഫൗണ്ടേഷൻ അല്ല, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിച്ചാൽ, നമ്മളൊന്ന് ഏറ്റുപിടിച്ചാൽ, ഒരുപക്ഷെ വീട് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത, വീട് സ്വപ്നം കാണുന്നവർക്കല്ല പീപ്പിൾസ് ഫൗണ്ടേഷന്റെ വീട് കിട്ടാറുള്ളത്. ഞാൻ ഒരുപാട് ഘട്ടത്തിൽ അതിന്റെ ഫയലുമായി കെട്ടിപ്പറഞ്ഞ മനുഷ്യനാണ്. വീട് സ്വപ്നം കാണുന്നവർക്കല്ല, സ്വപ്നം കാണാൻ കഴിയാത്തവർക്കാണ് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ വീട് കിട്ടാറുള്ളത്. അച്ഛൻ രോഗിയാണ്, അമ്മ അച്ഛനെ പരിചരിക്കാൻ വീട്ടിലിരിക്കുവാൻ, വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരൊറ്റ മുറി വീട് തന്നാൽ എൻ്റെ അച്ഛന് വാടക കെട്ടിടത്തിൽ നിന്ന് മാറി സ്വന്തം കെട്ടിടത്തിൽ കിടന്ന് മരിക്കാമായിരുന്നു. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഒരൊറ്റ മുറി വീട് തരുമോ എന്ന് ചോദിക്കുന്ന അപേക്ഷകളുടെ എണ്ണം MKയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒറ്റമുറി വീടിന്റെ വില എത്രയെന്നറിയാമോ? ഞാൻ ഉണ്ടാക്കുന്ന ബാത്റൂമിന്റെ വില. ഇന്ന് ഡൈനിങ് ഹാളിനേക്കാൾ വലിയ ബാത്റൂമാണല്ലോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന ബാത്റൂമിന്റെ വില കിട്ടിയാൽ നിങ്ങൾ അറിയുക, 100 കണക്കിന് വാടക കെട്ടിടത്തിൽ നിർധനരായ രോഗികളെ പരിചരിക്കാൻ പ്രയാസപ്പെടുന്ന വാടക കെട്ടിടത്തിലെ അമ്മമാർ, അച്ഛന്മാർ, അല്ലെങ്കിൽ ഉമ്മമാർ, ഉപ്പമാർ അങ്ങോട്ട് മാറാൻ സന്നദ്ധമാണ്. നമ്മൾ കേരളത്തിന്റെ മധ്യ നിലവാരത്തിലുള്ള ജീവിതമേ കണ്ടിട്ടുള്ളൂ. കേരളത്തിലൊരു ചേരിയുണ്ട്. ആ ചേരി കാണണമെങ്കിൽ നിങ്ങൾക്ക് മട്ടാഞ്ചേരിയിൽ പോകാം. ആ ചേരി കാണണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോ നമ്മുടെ വെള്ളയിൽ കടപ്പുറത്ത് പോകാം. ആ ചേരി കാണണമെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്ന വയനാട്ടിലെ തോട്ടം തൊഴിലാളികളുടെ അടുത്തേക്ക് പോകാം. നമ്മളറിയുന്നില്ല. മട്ടാഞ്ചേരിയിൽ ഏതാണ്ട് ഒറ്റ വീട്ടിന് വൈകുന്നേരം മട്ടാഞ്ചേരി സിനിമക്കകത്ത്, ഫിലിമിനകത്ത് ഏറ്റവും നല്ല ഗുണ്ടകളെ കാണിക്കുന്ന, തെരുവ് കാണിക്കുന്ന സ്ട്രീറ്റാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. എന്താണെന്നറിയോ? ഒറ്റ റൂം വീടാണ് മുകളിൽ. അതിൽ നിന്ന് താഴോട്ട് ദ്വാരം വന്നിട്ട് അത് മറച്ചു വെക്കുന്നതിന് പലക വെച്ച് ലെവൽ ചെയ്തതാണ്. സൺറൈസ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മട്ടാഞ്ചേരി ഈ കോളനി സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വൈകുന്നേരമായാൽ അച്ഛനും അമ്മയും അടുക്കളയുൾപ്പെടുന്ന ഒറ്റ റൂമിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് മക്കൾ പുറത്തിറങ്ങിയിരിക്കുന്നതിനാണ് തെരുവിൽ ആളുകൾ ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതാണ് മട്ടാഞ്ചേരി. അതുകൊണ്ട് നമ്മുടെയൊക്കെ സുഖഭോഗത്തിനിടക്ക് നമ്മളൊന്നും കൊണ്ടുപോകില്ല. നമ്മുടെ ഒരു ബാത്റൂമിന്റെ വിലയുണ്ടെങ്കിൽ, നമ്മുടെ വീടിന്റെ പലപ്പോഴും പൊടി പിടിച്ച് കിടക്കുന്ന, ആർക്കും കയറി നോക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു അപ്സ്റ്റെയറിന്റെ വിലയുണ്ടെങ്കിൽ 2 കുടുംബം അന്തി ഉറങ്ങും. ഞാൻ അവസാനിപ്പിക്കാം. ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ അറിയുന്ന കഥയാണ്. ടോൾസ്റ്റോയ് പറയുന്ന പീസ് ആൻഡ് വാർ എന്ന് പറയുന്ന അതിൽ ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്നാണ്. ഒരാൾക്ക് എത്ര ഭൂമി വേണം? രാജാവ് പറഞ്ഞു, ഭൂമി പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി എടുക്കാം. ഭൂമി പ്രഖ്യാപിച്ചു. എന്താണ് വ്യവസ്ഥ എന്നറിയോ? നിങ്ങൾ രാവിലെ നടത്തം ആരംഭിച്ച് സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങൾ നടന്നെത്തുന്ന സ്ഥലം നിങ്ങൾക്ക് സ്വന്തമായിട്ടെടുക്കാം. ഒരാൾ നടക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഫലഭൂഷ്ടമായ മണ്ണ്. അയാൾ ഓടാൻ തുടങ്ങി. കാരണം ഓടിപ്പിടിക്കുന്ന, നടന്ന് പിന്നിടുന്ന സ്ഥലമാണ് അയാൾക്ക് അടിയാധാരവും ആധാരവും കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ അയാൾ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അയാൾ വെള്ളം കുടിച്ചില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ ഓട്ടം. കാരണം അയാൾ വിചാരിച്ചത് വെള്ളം കുടിക്കാൻ നിന്നാൽ അത്രയും സ്ഥലം നഷ്ടമാകും. അങ്ങനെ അയാൾ വെള്ളം കുടിക്കാതെ ഓടി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശന്നു. ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അദ്ദേഹം ആഹാരം കഴിച്ചില്ല. കാരണം അത്രയും സമയം കൂടി ഓടി അത്രയും മണ്ണ് എത്തിപ്പിടിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഓടി ഏതാണ്ട് തളർന്നു അദ്ദേഹം. സൂര്യാസ്തമയമാകുമ്പോഴേക്ക് വലിയ ഒരു ദീർഘമായ ദൂരം അദ്ദേഹം ഓടി ഭൂമി സ്വന്തമാക്കിയ അങ്ങേയറ്റത്തെ ആവേശത്തോടുകൂടി സൂര്യാസ്തമയത്തോടുകൂടി ഒരറ്റത്ത് അദ്ദേഹം എത്തി. അദ്ദേഹം കുഴഞ്ഞു വീണു. അദ്ദേഹം മരണപ്പെട്ടു. രാജാവ് പരിചാരകനോട് ചോദിച്ചു, രാവിലെ പുറപ്പെട്ട ആൾക്ക് എത്ര ഭൂമി വേണം, എത്രയാണ് കവർ ചെയ്തത്? രാജാവിനോട് പരിചാരകൻ പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടത് 6 അടി മണ്ണാണ്. നമ്മുടെ ഓട്ടത്തിൽ നമുക്ക് വേണ്ടത് 6 അടി മണ്ണാണ്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥവത്താകുന്നത് നമ്മൾ ജീവിച്ചതിൻ്റെ തെളിവായി, നമ്മൾ സമൂഹത്തിൽ വളർന്നപ്പോൾ ആ വളർച്ചയ്ക്ക് സഹായകമായി വർത്തിച്ച സൊസൈറ്റിക്കകത്ത് എന്തെങ്കിലും അടയാളപ്പെടുത്തൽ നമുക്കുണ്ടാകണം. അവരുടെ പ്രാർത്ഥനയുണ്ടാവും, അവരുടെ നിരന്തരമായ അനുസ്മരണം. അങ്ങനെ ജീവിതത്തിൻ്റെ ശേഷിപ്പ് വെച്ചിട്ട് യാത്ര തിരിക്കാൻ നമുക്ക് പറ്റണം. എന്താണ് സമ്പാദ്യം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
എന്താണ് സമ്പാദ്യം? ആയിഷാ ബീവി ഒരാടിനറുത്ത് വിതരണം ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തുണ്ട് ബാക്കിയെന്ന് ചോദിച്ചു ആയിഷാ ബീവിയോട്. കെത്തുഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ എന്ന ചുമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷാ ബീവി പറഞ്ഞു, റസൂലെ ഇനി ഒരു ചുമല് ബാക്കിയുണ്ട്, കെത്തുഫുണ്ട് ബാക്കി. അല്ലാതെ റസൂൽ പറഞ്ഞു, അല്ല ആയിഷ, കൊടുത്തതാണ് ബാക്കി, കൊടുത്തതാണ് മിച്ചം എന്ന് പഠിപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻഗാമികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ലതും മിച്ചം വെക്കാൻ നമുക്ക് സാധ്യമാണോ എന്ന ചോദ്യം ഇത്തരം ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതാവട്ടെ പീപ്പിൾസ് ഫൗണ്ടേഷൻ നമുക്ക് നൽകുന്ന സന്ദേശവും അതായിരിക്കട്ടെ പീപ്പിൾസ് ഫൗണ്ടേഷനോടുള്ള നമ്മുടെ സമീപനത്തിന്റെ അടിസ്ഥാനവും എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ അത് നിർവഹിച്ച 1000 വീട് നിർവഹിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഒന്നുമില്ലാത്ത ആളുകൾ വരെ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നാളെ നാഥ നിന്റെ സ്വർഗത്തിൽ ഒരിടം നൽകണേ എന്ന പ്രാർത്ഥന